ഹായ്. കോട്ടും സൂട്ടും ഇട്ടാൽ ആരും മാന്യനാവില്ല. പെരുമാറ്റമാണ്, സ്വഭാവമാണ് അവരെ മാന്യനാക്കുന്നത്. അനിൽ ബാലചന്ദ്രൻ ഒരു ബിസിനസ് മോട്ടിവേറ്ററാണ്. പുള്ളി കഴിഞ്ഞ ദിവസം കോഴിക്കോട് ഒരു ബിസിനസ് കൺവെൻഷൻ നടത്തി. തെറ്റായ വാക്കുകൾ പുള്ളി പറയുകയും അത് വന്ന കുറേ ബിസിനസ്സുകാർക്ക് അരോചകമായി തോന്നി. പുള്ളി സോഷ്യൽ മീഡിയയിലെല്ലാം കൂടുതലും ഈ അശ്ലീല വാക്കുകളും എല്ലാം പുള്ളി ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ പച്ചയായിട്ട് ആളുകൾക്കൊരു അരോചകമായി തോന്നിയത് കഴിഞ്ഞ ദിവസം നമുക്ക് തോന്നും. ലൈവായിട്ട് നമ്മൾ കാണുകയാണല്ലോ. കസ്റ്റമർ പുറകെ നടന്ന് തെണ്ടുന്ന നാണമില്ലയോടെ നിനക്കൊക്കെ. ബിസിനസ്സുകാരെ എന്തിനാ തെണ്ടിയെന്ന് വിളിക്കുന്നത്? നിങ്ങൾ 1 മണിക്കൂർ ഞങ്ങളെ ഇവിടെ വെയിറ്റ് ചെയ്യിച്ചില്ല. ബിസിനസ്സുകാരെ തെണ്ടി എന്ന് പറയാൻ ഞങ്ങളൊക്കെ ബിസിനസ്സുകാരാ. ഇത്രയോ ചാട തെണ്ടി വേറെ ഇല്ല എന്ന് ഈ സംഘാടകരുടെ മനസ്സിലുണ്ട്. കാരണം 1 മണിക്കൂർ ഇദ്ദേഹം തന്നെ ഇൻസ്റ്റഗ്രാമിൽ എത്രയോ പോസ്റ്റ് ചെയ്തു, ഞാൻ കോഴിക്കോട് വരുന്നു. വന്നതെല്ലാം കോടിക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്ത ബിസിനസ്സുകാരാണ്. അവർക്ക് ഇതേപോലെ തെറി വിളിച്ചാൽ സഹിക്കാൻ പറ്റുമോ? അവർക്കെന്നല്ല, ആർക്കും പറ്റുകയില്ല. കോട്ടിട്ട് കഴിഞ്ഞാൽ എന്തും വിളിക്കാമെന്നായിരിക്കും. പ്രതികരിച്ചു. കാരണം പുള്ളിയുടെ അപ്ഡേറ്റുകളെല്ലാം ജനങ്ങൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധിക്കുന്നുണ്ട്. കാരണം അത്രയും പുള്ളി എന്താ പറയുക, ആളുകളെ പച്ചയ്ക്ക് തെറി വിളിക്കുകയാണ്. ഒരു ബിസിനസ്സുകാരനെ തെണ്ടി എന്നൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ ആർക്കും സഹിക്കാൻ പറ്റുകയില്ല. 22 തീയതികളിലാണ് അനിൽ ബാലചന്ദ്രൻ ഒരു വോയിസിൽ ഇറക്കിയിട്ടുണ്ട്. 10,000 ആൾക്കാർ പങ്കെടുക്കുന്നതാണ്. കാരണം സിത്താരയുടെ പരിപാടിയുണ്ട്, ഡാപ്സി വരുന്നുണ്ട്, അതേപോലെ പാനൽ ഡിസ്കഷൻ ഉണ്ട്. അങ്ങനെ ഒരു വലിയൊരു ബിസിനസ് കോൺക്ലേവ് ആണ്. അപ്പം ആ ഒരു കോൺക്ലേവിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഫംഗ്ഷനാണ് ഒരു ട്രെയിനിങ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ അനിൽ ബാലചന്ദ്രനെ കൊണ്ടുവരാൻ തീരുമാനിച്ചത്. പക്ഷേ അങ്ങേരോട് ഞങ്ങൾ ആദ്യം പറയുന്നുണ്ട്, നിങ്ങൾ ചില സമയത്തൊക്കെ നിങ്ങളെ യൂട്യൂബ് ചാനലിലൊക്കെ ആൾക്കാർ അസഭ്യം പറയാറുണ്ട് നിങ്ങളെ വാക്കുകൾ കേട്ടിട്ട്. അത്തരം വാക്കുകൾ ഇവിടെ ഉപയോഗിക്കരുത്, ഇത് കോഴിക്കോടാണെന്ന് പറഞ്ഞാറുണ്ട്. പക്ഷേ എന്നിട്ട് പോലും അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്നത്, നിങ്ങൾക്ക് ആ വീഡിയോ കേട്ടാൽ അറിയാം, ഞാനിവിടെ പറയുന്നില്ല വാക്കുകൾ റിപ്പീറ്റ് ചെയ്തിട്ട്, അത്തരം വൃത്തികെട്ട വാക്കുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കാരണം ഒരുപാട് ലേഡീസ് ആയിട്ടുള്ള ആൾക്കാർ പോലും ഉണ്ട്, അവരൊന്നും മുന്നിൽ ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലുള്ള വാക്കുകളൊക്കെയായിരുന്നു ബിസിനസ്സുകാരെ പറ്റിയിട്ടും കസ്റ്റമറെ പറ്റിയൊക്കെ തെറി വിളിക്കുന്നത്. ആ ഒരു മെത്തേഡ് കൊണ്ടാണ് ജനങ്ങൾ അദ്ദേഹത്തെ ഇറക്കി വിടേണ്ടി വന്നത്. പുള്ളി സംഘാടകരായിട്ട് ആൾക്കാരുടെ കയ്യിൽ നിന്നും 4 ലക്ഷം രൂപ പുള്ളി അഡ്വാൻസ് ആയിട്ട് മേടിച്ചിട്ടുണ്ട്. അഡ്വാൻസ് അല്ല, മുൻകൂട്ടി മേടിച്ചു. പുള്ളിയുടെ ക്യാഷൊക്കെ ഇതേപോലെ ബാങ്കിലോട്ട് വരുന്നത് മുൻകൂട്ടിയാണ്. ഇവരും അതുപോലെ ക്യാഷ് മുൻകൂട്ടി അടച്ചു. പുള്ളി പരിപാടിക്ക് തന്നെ ലേറ്റായിട്ട് വന്നത്. അപ്പോൾ അങ്ങനെ ഒരാളെ ഇവരെന്തിന് ഒരു മോട്ടിവേറ്ററായിട്ട് വിളിച്ചു വരുത്തുന്നത്? ഇവർക്കെല്ലാം അറിയാം. ആളില്ലല്ലോ. ഇദ്ദേഹം തന്നെ ഇൻസ്റ്റഗ്രാമിൽ എത്രയോ പോസ്റ്റ് ചെയ്തു, ഞാൻ കോഴിക്കോട് വരുന്നു. ഇതൊരു 500 തവണ പോസ്റ്റ് ചെയ്തു. നമ്മൾ ഫേസ്ബുക്കിലും എല്ലായിടത്തും നമ്മൾ പോസ്റ്റും ചെയ്യുന്നുണ്ട്. ആള് വരണ്ടേ? കാരണം ഈ പ്രോഗ്രാം എല്ലാം കൊണ്ടും ഒരു വിജയം തന്നെയാണ്. അപ്പം ഇതിൻ്റെ പിന്നിൽ ഒരു നെഗറ്റീവ് ന്യൂസ് പറകണ്ട എന്ന് വിചാരിച്ചാണ് നമ്മൾ ഇതിനെപ്പറ്റി ഒരു പരാതികളായിട്ടോ അല്ലെങ്കിൽ പ്രശ്നങ്ങളായിട്ടോ പോകാത്തത്. പക്ഷേ ഇപ്പം എല്ലാവരും ഇത് ചോദിക്കുന്നതുകൊണ്ട് ഇതിന് ഉത്തരം നൽകുന്നു എന്ന് മാത്രം. ഇയാൾ എവിടെ ചെന്ന് കഴിഞ്ഞാൽ പ്രശ്നക്കാരൻ തന്നെയാണ്. സോഷ്യൽ മീഡിയയിൽ തന്നെ ഇയാളുടെ കമൻറ്റ് ബോക്സ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, പച്ചത്തെറിവിളിയാണ്. അദ്ദേഹത്തിന് ശരിക്കും സഭ്യമായ വാക്കുകൾ ഉപയോഗിക്കാൻ പാടില്ലേ? ഒരു ബിസിനസ് കൺവെൻഷൻ നടക്കുമ്പം എല്ലാം വരുന്നതെല്ലാം ബിസിനസ്സുകാരായിരിക്കും. അവരോട് മാന്യമായിട്ട് പെരുമാറുക. ലക്ഷങ്ങൾ കൊടുത്ത് ഇയാളെ വിളിച്ചു വരുത്തുമ്പം ആ ക്യാഷ് തരുന്ന ആളുകളോട് നന്ദി കാണിക്കണ്ടേ? ഒരാളെ മോട്ടിവേഷൻ ചെയ്യുക അല്ലെങ്കിൽ ഇൻസ്പിറേഷൻ കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ തെറി വിളിക്കുക എന്നല്ല. പുള്ളി എവിടെ പരിപാടി വെച്ചാലും ഇത് തന്നെ അവസ്ഥ. എടോ തന്നെ വിളിച്ചോ ഞാൻ? ശരി ഓക്കെ. അപ്പം ആ ഒരു കോൺക്ലേവിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഫംഗ്ഷനാണ് ഒരു ട്രെയിനിങ് എന്ന് പറയുന്നത്. അനിൽ ബാലചന്ദ്രൻ ശരിക്കും പറഞ്ഞാൽ പുള്ളി ഏവർക്കും പ്രചോദനമായിട്ടുള്ള ഒരു മോട്ടിവേറ്റർ തന്നെയാണ്. പക്ഷേ ഇതുപോലത്തെ ചില വാക്കുകൾ വന്നു കഴിഞ്ഞാൽ ആർക്കും ഈ മോട്ടിവേഷൻ കേട്ട് ഉയർന്ന് ഫിനിക്സ് പക്ഷിയെ പോലെ ഉയർന്നു വരാൻ കഴിയില്ല. ശരിക്കും ഇങ്ങനെയുള്ള ആളുകളെ
ഒരു പരിപാടിക്ക് വിളിക്കാതിരിക്കുന്ന ഏറ്റവും നല്ലത്. ഇതുപോലത്തെ വിവാദങ്ങൾ ഒഴിവാക്കാമല്ലോ. സഭ്യമായ വാക്കുകൾ ഉപയോഗിക്കാതെ ഒരു ബിസിനസ് കൺവെൻഷൻ നടത്തുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. കസ്റ്റമറുടെ പുറകെ നടന്ന് തെണ്ടുന്ന നാണമില്ലയോടെ നിനക്കൊക്കെ. ബിസിനസ്സുകാരെ എന്തിനാ തെണ്ടിയെന്ന് വിളിക്കുന്നത്? നിങ്ങൾക്ക് ബോറടിക്കുന്നു. ഞങ്ങൾക്ക് മതി. നിങ്ങൾ 1 മണിക്കൂർ ഞങ്ങളെ ഇവിടെ വെയിറ്റ് ചെയ്യിച്ചില്ല. ബിസിനസ്സുകാരെ തെണ്ടി എന്ന് പറയാൻ ഞങ്ങളൊക്കെ ബിസിനസ്സുകാരാ. ഇത്ര ചാട തെണ്ടി വേറെ ഇല്ല എന്ന് ഈ സംഘാടകരുടെ മനസ്സിലുണ്ട്. കാരണം 1 മണിക്കൂർ തീ തീറ്റിച്ച് ഞാൻ കലിപ്പ് തീരും വരെ ഞാൻ നാണം കെടുത്തും കേട്ടോ. ഇതിവിടെ പറഞ്ഞങ്ങ് തീർന്നു. ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങിയിട്ട് ഞാനൊരു വീഡിയോ ചെയ്യും. അത് നിങ്ങൾക്ക് ഭയങ്കര ദോഷം ചെയ്യും. മാസങ്ങൾക്ക് മുന്നേ കിട്ടിയടോ ഇന്നത്തെ പൈസ. ഇന്നിപ്പൊ ഞാൻ പൈസ മേടിച്ചില്ലായിരുന്നെന്ന് ഇരിക്കട്ടെ. ഇതുവരെ ഈ പ്രോഗ്രാം കഴിഞ്ഞ പൈസയെങ്കിൽ ഉച്ചയ്ക്ക് ഞാൻ വെച്ച ജാട വല്ലതും കാണിക്കാൻ പറ്റുമോ? എന്താ ഉച്ചയ്ക്ക് ഞാൻ ജാട കാണിച്ചേ? ഓൾറെഡി കിട്ടാനുള്ള എൻ്റെ വെട്ടി വീണു. ഇനി ഞാൻ പറയുന്നതാ ടേംസ് ആൻഡ് കണ്ടീഷൻ. ഞാൻ പറയുന്നതേ നടക്കൂ. എന്താ എല്ലാവരും ഓടി അങ്ങോട്ട് വന്നേ? കാശ് കൊടുത്തു പോയി. ഇതിനുള്ള സ്കില്ലില്ലാത്ത തെണ്ടികളായിട്ടുള്ള ബിസിനസ്സുകാരാ ഈ കസ്റ്റമറുടെ പുറകെ നടന്ന് തെണ്ടുന്ന നാണമില്ലയോടെ നിനക്കൊക്കെ. ബിസിനസ്സുകാരെ എന്തിനാ തെണ്ടിയെന്ന് വിളിക്കുന്നത്? നിങ്ങൾക്ക് ബോറടിക്കുന്നു. ഞങ്ങൾക്ക് മതി. നിങ്ങൾ 1 മണിക്കൂർ ഞങ്ങളെ ഇവിടെ വെയിറ്റ് ചെയ്യിച്ചില്ല. ബിസിനസ്സുകാരെ തെണ്ടി എന്ന് പറയാൻ ഞങ്ങളൊക്കെ ബിസിനസ്സുകാരാ. മതി. എടോ തന്നെ വിളിച്ചോ ഞാൻ? ശരി ഓക്കെ. വന്നിരിക്കുന്ന ആളുകൾ ക്ഷുഭിതരാകുമ്പോൾ അവർക്ക് നഷ്ടം പറ്റിയ പണം തിരിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് കാര്യമുണ്ടോ? ഒരു മോട്ടിവേറ്റർ പറയേണ്ട കാര്യമാണോ അത്? അദ്ദേഹം അവിടെ വന്നത് എന്തിനാ? മോട്ടിവേഷൻ. അതായത് പുതിയ ബിസിനസ്സുകാർക്ക്, നിലവിലുള്ള ബിസിനസ്സുകാർക്ക് ഇവർക്കൊരു പ്രചോദനമാണ് പുള്ളി. ആ പ്രചോദനം ആയിട്ട് വന്ന ഒരാളാണോ ഞാൻ നിങ്ങളുടെ നഷ്ടം തിരിച്ചു തന്നേക്കാന്ന് പറയുന്നത്? അങ്ങനെയാണ് പുള്ളിക്ക് ഈ നഷ്ടം പറ്റിയ ആൾക്കാർക്കെല്ലാം, അവിടെ ബിസിനസ്സിൽ ലാഭവും നഷ്ടം വന്ന ആൾക്കാർക്കെല്ലാം ഈ പുള്ളി പൈസ കൊടുക്കണമല്ലോ. അങ്ങനെയാണ് ഒരു മോട്ടിവേറ്റർ ചെയ്യേണ്ടത്. ഇനിയെങ്കിലും ഇതുപോലെയുള്ള ആളുകളെ പരമാവധി മോട്ടിവേഷൻ എന്ന് പറഞ്ഞ് വിളിക്കാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഒരു ഫംഗ്ഷൻ അലങ്കോലമാവില്ലല്ലോ. ഇവർ പറയുകയും ചെയ്തു, കോഴിക്കോടാണ് സ്ഥലം, സഭ്യമായിട്ട് സംസാരിച്ചില്ലെങ്കിൽ ആളുകൾ രൂക്ഷമായിട്ട് പെരുമാറും, അവർക്ക് അരോചകമാകുമെന്നൊക്കെ ഇവർ പറയുന്നുണ്ട്. പുള്ളിക്ക് അത് ചിലപ്പം ഒരു എന്താ പറയുക, ഷെയിമുകേടായിട്ട് തോന്നിക്കാണും. അത് ഒരാളെ വിളിച്ചിട്ട്, ഒരു മോട്ടിവേറ്റർ വിളിച്ചിട്ട്, ഇത്രയും വലിയൊരു ഇന്ത്യ അറിയപ്പെടുന്ന ഒരു മോട്ടിവേറ്റർ വിളിച്ചിട്ട് ഇവർ ഉപദേശിക്കുമ്പം പുള്ളിക്ക് അത് ചിലപ്പോൾ അരോചകമായി തോന്നിക്കാണും. അപ്പോൾ ആ അരോചകം പുള്ളി എന്ത് ചെയ്തു? എന്നാൽ പിന്നെ ഇവന്മാരെയൊക്കെ ഒന്ന് നേരെയാക്കി കളയാം എന്ന് വിചാരിച്ചു കാണുമായിരിക്കും. ക്വൈറ്റ് നാച്ചുറൽ. അപ്പോൾ ഇതേപോലെയുള്ള വീഡിയോകൾ ഇനിയും എൻ്റെ ചാനലിലുണ്ടാവും. സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ.